ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു സന്തോഷത്തിൻ്റെ വീഡിയോ ആണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഞങ്ങൾ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഒരു കൂടിച്ചേരലാണ്, ഒരു ഒത്തുചേരൽ എല്ലാവരും കൂടെ. നല്ല സന്തോഷമായ ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ പിള്ളേർ, പപ്പ മമ്മി, പിന്നെ പെങ്ങന്മാർ, അളിയൻ, അവരുടെ പിള്ളേരെല്ലാം കൂടെ വന്നിട്ട് ഞങ്ങളെല്ലാം കൂടി ഒരു അടിച്ചു പൊളിച്ച് ഒരു ദിവസമായിരുന്നു. അവർ ഓരോരുത്തരെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മൂത്ത അളിയനും പെങ്ങളും വന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത ആൾക്കാർ വരും, അടുത്ത ആളിനും പെങ്ങളും വരും. അങ്ങനെ വന്ന് അവരെല്ലാം കൂടെ ഭയങ്കര സന്തോഷത്തോടെയാണ്. അങ്ങനെ രണ്ടാമത്തെ പെങ്ങളും അളിയനും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പിള്ളേരെല്ലാം. കാരണം പിള്ളേരെല്ലാം കൂടെ കൂടുമ്പോൾ അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണല്ലോ. അപ്പോൾ തന്നെ ഇവിടെ 6 പിള്ളേരായി. അപ്പോൾ അവർ എല്ലാവരും കൂടെ കളിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ്. ഓരോരോ കളിയിൽ അങ്ങനെ ഒരു ലേസ് കഴിക്കുന്നൊരു സീനാണിത്. പിള്ളേർക്ക് എല്ലാവർക്കും ലേസ് മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ലേസൊക്കെ. അങ്ങനെ അവർ അതൊക്കെ കഴിച്ചിട്ട് അവരോരോരോ കലാപരിപാടി കളിയിലൊക്കെ ഏർപ്പെടുന്നൊരു പരിപാടിയാണ്. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് പാട്ട്, ഡാൻസൊക്കെ ആയിട്ട് അവരങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ ഞങ്ങളും ആഘോഷിക്കുന്നു. അങ്ങനെ ഇനി കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കൂടുന്നു. ഇപ്പോൾ പ്രേയറിനുള്ള സമയമാണ്. പ്രേയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത്. പിള്ളേരൊക്കെ കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പല പല കളി കൊണ്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഓട്ട മത്സരം, ഡാൻസ്, നടത്ത മത്സരം, തവളയാട്ടൊക്കെയാണ് അവരുടെ രീതിയിൽ അവരവിടെ കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിലൊരു ഫുഡൊക്കെ ഉണ്ടാക്കണം. അവരോട് കോഴിക്കറി വയ്ക്കുകയാണ്. പപ്പയാണ് അതിൻ്റെ മേൽനോട്ടം, കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ചെറിയൊരു കൂടുതലൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അവരവരുടെ പരിപാടികളായിട്ട് പോയി. പിള്ളേരുടെ പരിപാടി, പെങ്ങന്മാർ അമ്മയൊക്കെ കൂടി വേറെ റൂമിൽ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പപ്പയുടെ കറി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ അളിയന്മാരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു.